Welcome to today's class of basic grammar. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നാണ്. സോ ബേസിക്കലി സബ്ജക്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സെന്റൻസ്. അപ്പോൾ അത് ഇറ്റ് ക്യാൻ ബി ദ നെയിം ഓഫ് എ പേഴ്സൺ ഓർ പ്ലേസ് ഓർ എ തിങ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സെന്റൻസ് ആണ് സബ്ജക്റ്റ് ആൻഡ് ആ സബ്ജക്റ്റിനെ കുറിച്ച് എന്താണോ പറയുന്നത് ദാറ്റ് ഇസ് ദ പ്രെഡിക്കേറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഐഡന്റിഫിക്കേഷൻ നോക്കാം. See, in this sentence, ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പ്രിയ എന്ന് പറഞ്ഞ പേഴ്സണെ കുറിച്ചാണ്. സോ ദിസ് ഈസ് ദ സബ്ജക്റ്റ് ആൻഡ് ഈ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ ബാക്കി എന്താണോ മെൻഷൻ ചെയ്യുന്നത്, വാട്ട് ഇൻഫർമേഷൻ ഐ ആം ഗിവിംഗ്, അതാണ് പ്രെഡിക്കേറ്റ്. സോ ഇവിടെ പ്രെഡിക്കേറ്റ് വരുന്നത് ഈസ് എ ടീച്ചർ. Now we have to discuss some more examples. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. See the first one, the ozone hole over Antarctica is getting larger every year. അപ്പൊ ഇതിൽ നമ്മുടെ സബ്ജക്ട് ഐഡന്റിഫൈ ചെയ്യാൻ വരുമ്പോൾ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ആവും. എങ്ങനെയാണ് എടുക്കേണ്ടത്? ഓസോൺ ആണോ എടുക്കേണ്ടത്, ഓസോൺ ഹോൾ ആണോ, ഓവർ അന്റാർട്ടിക്ക ആണോ? അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഒന്ന് നോക്കാനുള്ളത് നമുക്ക് അബൌട്ട് വാട്ട് ഇസ് ദ ഇൻഫർമേഷൻ ഗിവൻ, എന്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഇൻഫർമേഷൻ കൊടുക്കുന്നത്? ഓസോൺ ഹോൾ മാത്രമാണോ? അല്ല, ദ ഓസോൺ ഹോൾ ഓവർ അന്റാർട്ടിക്ക എന്നുള്ളത് മൊത്തമായിട്ട് നമ്മൾ ഫിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ദാറ്റ് കംസ് ദ സബ്ജക്ട്. സോ ദ ഓസോൺ ഹോൾ ഓവർ അന്റാർട്ടിക്ക, ഓപ്ഷൻ സി, അതാണ് നമ്മുടെ സബ്ജക്ട് ആൻഡ് റിമൈനിങ് പാർട്ട് പ്രെഡിക്കേറ്റ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സോ ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക, സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുക. ക്വസ്റ്റ്യൻ, ഇൻ മോസ്റ്റ് ഇംഗ്ലീഷ് സെന്റൻസസ് ദ സബ്ജക്ട് കംസ് ബിഫോർ ദ പ്രെഡിക്കേറ്റ്. ഇതിൽ നമ്മൾ സബ്ജക്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യണം എന്താ, സെന്റൻസിന്റെ ഫസ്റ്റ് പാർട്ടിനെ സബ്ജക്റ്റ് ആണെന്ന് അസ്യൂം ചെയ്ത് എഴുതും. അപ്പൊ ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. എപ്പോഴും സബ്ജക്റ്റ് ഫസ്റ്റ്, പ്രെഡിക്കേറ്റ് സെക്കൻഡ്, അങ്ങനെ ഇല്ല. ഓക്കെ, ഇൻ ദിസ് കേസ് സബ്ജക്റ്റ് ഫസ്റ്റിലല്ല കിടക്കണം. അപ്പൊ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇൻ മോസ്റ്റ് ഇംഗ്ലീഷ് സെന്റൻസസ് ദ സബ്ജക്റ്റ്, ദ പ്രെഡിക്കേറ്റ്, ഇംഗ്ലീഷ് സെന്റൻസ്. അപ്പൊ ഇവിടെ എന്തിനെ കുറിച്ചിട്ടാണ് പറയണത്? ദ സബ്ജക്റ്റ്. അപ്പോ സബ്ജക്റ്റ് ആണ്. അതായത് ഇത് ഒരു ക്വസ്റ്റ്യൻ, അതായത് ഡെഫിനിഷൻ പോലെ ഉണ്ടാവും, ബട്ട് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദ സബ്ജക്റ്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത് സബ്ജക്റ്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനാണ്. സോ കമ്മിങ് ടു നെക്സ്റ്റ് പാർട്ട്. ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിലെ പ്രെഡിക്കേറ്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കാം. സിറ്റിംഗ് ഓൺ ദ റൂഫ് ഓഫ് മൈ ഹൗസ് വാസ് എ ഹ്യൂജ് ബ്ലാക്ക് ബേർഡ്. അപ്പൊ ഇതിന് പ്രെഡിക്കേറ്റ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ നോക്കിയല്ലോ, സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, പ്രെഡിക്കേറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഹ്യൂജ് ബ്ലാക്ക് ബേർഡ്, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. നമ്മൾ നേരത്തെ കൺഫ്യൂഷൻ വന്നിരുന്നില്ലേ, ബ്ലാക്ക് ബേർഡ് ആണോ എടുക്കേണ്ടത്, ബേർഡ് ആണോ? സോ കംപ്ലീറ്റ്ലി എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? എ ഹ്യൂജ് ബ്ലാക്ക് ബേർഡ്. അപ്പൊ അതാണ് സബ്ജക്റ്റ്. റിമൈനിങ് വരുന്നത് എല്ലാം പ്രെഡിക്കേറ്റിൽ വരും. അപ്പൊ നമുക്ക് ഇത്രയും ഓപ്ഷൻസിലെ ഏതായിരിക്കും കറക്റ്റ്? സിറ്റിംഗ് ഓൺ ദ റൂഫ് ഓഫ് മൈ ഹൗസ് വാസ്, അത് കംപ്ലീറ്റ്ലി ആണ് പ്രെഡിക്കേറ്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ പ്രെഡിക്കേറ്റ് ഇതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഒരു സബ്ജക്ട് ഐഡന്റിഫിക്കേഷൻ ആണ്. ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ സീ ദ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വീക്ക് മൈ ഗ്രാൻഡ് മദർ ഈസ് കമ്മിങ് ഫ്രം ഡൽഹി. അപ്പൊ ഇതിലെ സബ്ജക്റ്റ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ ഫസ്റ്റ് സബ്ജക്ട് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എഴുതരുത്. നോക്കുക എന്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ആരെ കുറിച്ചിട്ടാണ് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വീക്ക് മൈ ഗ്രാൻഡ് മദർ, നെക്സ്റ്റ് വൺ ഇസ് മൈ ഗ്രാൻഡ് മദർ കമ്മിങ് ഫ്രം ഡൽഹി. അപ്പൊ ഇവിടെ ആരെ കുറിച്ചിട്ടാണ് പറയുന്നത്? മൈ ഗ്രാൻഡ് മദർ. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് മൈ ഗ്രാൻഡ് മദർ ആണ്. അത് ഡെഫിനറ്റ്ലി സെന്റൻസിന്റെ ഫസ്റ്റ് അല്ല വരുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ആയിരുന്നു. ഇത് യൂഷ്വലി എങ്ങനെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കണ്ടുപിടിക്കും. ഇപ്പൊ അതിന് രണ്ട് എക്സ്ട്രാ, നമ്മളിപ്പോ ഒരു എക്സെപ്ഷണൽ കേസസ് എന്നൊക്കെ പറയില്ലേ, വി ഹാവ് ടു നോട്ട് ഡൗൺ ടു സ്പെഷ്യൽ തിങ്സ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഹിയർ കംസ് ദ സക്സസ്. ചില ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, അതൊന്നുകൂടെ പറഞ്ഞതാണ്. ഹിയർ കംസ് ദ സക്സസ്. അപ്പോൾ സബ്ജക്റ്റ് സെക്കൻഡ് ആയിട്ട് വരുന്നത്, പ്രെഡിക്കേറ്റ് ഫസ്റ്റ് ആയിട്ടും. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പോർഷൻ തന്നെ സബ്ജക്റ്റ് ആവണമെന്നില്ല. ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക, എന്നിട്ട് ആൻസർ കാണാം. ഇനി നെക്സ്റ്റ് ഒരു മെത്തേഡ് ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഒരു കേസിൽ ഇപ്പൊ ഇംപെറേറ്റീവ് സെന്റൻസസ്. ഇംപെറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെന്റൻസ്. അത് ചിലപ്പോൾ ഒരു ഓർഡർ ആയിരിക്കാം, ഒരു റിക്വസ്റ്റ് ആയിരിക്കാം.
ചിലപ്പോൾ ഒരു അഡ്വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം, ഒരു വിഷ് ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെയൊക്കെ സെന്റൻസസിൽ ചിലപ്പോൾ സബ്ജക്റ്റ് നമുക്ക് സെന്റൻസിൽ കാണാൻ പറ്റില്ല. സോ ഈവൻ ദോ നോട്ട് ഗിവൻ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അങ്ങനെയുള്ള 2 എക്സാമ്പിൾസ് നോക്കാം. സി പ്ലീസ് സിറ്റ് ഡൗൺ. അപ്പൊ നമുക്ക് ഇവിടെ ശരിക്കും സബ്ജക്റ്റ് തന്നിട്ടില്ല. പ്ലീസ് സിറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ യു പ്ലീസ് സിറ്റ് ഡൗൺ എന്നാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ യു നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അവിടുത്തെ സബ്ജക്റ്റ് തന്നിട്ടില്ലെങ്കിലും നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, യു ആണ്. ഇൻ ദ നെക്സ്റ്റ് കേസ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അപ്പോൾ നിങ്ങളത് റിപ്പീറ്റ് ചെയ്യരുത് എന്നാണ്. അപ്പൊ റിപ്പീറ്റ് ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, യു എന്നാണ് അവിടുത്തെ സബ്ജക്റ്റ്. Okay, that's all for the class of subject and predicate.